ഒരു നല്ല ഇൻട്രോ വെച്ച് തുടങ്ങണമെന്നായിരുന്നു, പക്ഷെ കയ്യിൽ നിന്ന് ചെറുതായിട്ടൊന്ന് പാളിപ്പോയി. അപ്പൊ പറഞ്ഞു തന്നത് ഒരുപാട് നാളത്തെ ക്രേവിങ്സിന് ശേഷമാണ് ഇന്നത്തെ ഈ ഒരു പൊതിച്ചോറ് ഉണ്ടാക്കാൻ പോകുന്നത്. സോ ആദ്യം തന്നെ റൈസ് കുക്കറിൽ കുറച്ച് റൈസ് കുക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. അത് കളിക്കാനുള്ളതല്ല, എന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നതാണെങ്കിലും ഇതൊക്കെയാണ് ആളുടെ പരിപാടി. അതിനിടയിൽ കട്ട് ചെയ്ത് വെച്ചുള്ള ഈ ഒരു പൊട്ടേറ്റോസ് എല്ലാം മെഴുക്കുപുരട്ടി ആക്കി എടുക്കാം. ഇവിടെ ആളുടെ സംശയം ഇതിൽ കുരു ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ എന്നുള്ളതാ. അത് വേറൊന്നും കൊണ്ടല്ല, ഇത് ആക്ച്വലി പംകിൻ അല്ല, പംകിന്റെ കാറ്റഗറിയിൽ വരുന്ന ബട്ടർനട്ട് സ്കോഷ് ആണ് കേട്ടോ. നെക്സ്റ്റ് ഇതിലേക്കുള്ള ഒരു തട്ടിക്കൂട്ട് മോരുകറിയും കൂടി ആവാല്ലേ. തട്ടിക്കൂട്ടാണെങ്കിലും ടേസ്റ്റില് ഒരു കോംപ്രമൈസും ഇല്ല കേട്ടോ. സോ ഇന്നത്തെ എന്റെ പൊതിച്ചോറിന്റെ മെനുവില് ഓൾമോസ്റ്റ് എല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും കംപ്ലീറ്റ് ചെയ്ത് ടേബിളിന്റെ സൈഡില് ഇതുപോലെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്താ ഒരു ഭംഗിയില്ലേ കാണാന്. ആൻഡ് ഫൈനലി ഇറ്റ് വാസ് ടൈം ടു പാക്ക് ദ പൊതിച്ചോറ്. നല്ല ചൂടുള്ള ചോറിന്റെ സൈഡിലായിട്ട് കുറച്ച് മെഴുക്കുപുരട്ടിയും അതിന്റെ കൂടെ നല്ല ഉണക്ക ചെമ്മീനും ചിക്കൻ ഫ്രൈയും അതിലേക്ക് കുറച്ച് എരിശ്ശേരിയും അതിന്റെ കൂടെ തന്നെ ഒരു കൊണ്ടാട്ട മുളകും നല്ല കണ്ണിമാങ്ങ അച്ചാറും അതിന്റെ കൂടെ തന്നെ മോര് കറിയും അതിന്റെ സൈഡിലായിട്ട് ഒരു മുട്ട പൊരിച്ചതും പിന്നെ കുറച്ച് പപ്പടം കൂടി ആയി കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ പൊതിച്ചോറ് ഇവിടെ റെഡി ആയി കേട്ടോ. അപ്പൊ നമുക്കിത് തുറന്നു നോക്കാം. ആൻഡ് ഇതിന്റെ ഒരു ബെസ്റ്റ് പാർട്ട് എന്താണെന്നറിയോ, വാസ് ഫൈനലി ഓപ്പണിംഗ് ദ പൊതിച്ചോറ്. ആൻഡ് ഇറ്റ് വാസ് കംപ്ലീറ്റ്ലി വർത്ത് ദ വെയിറ്റ്.